അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 3-ാം പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അദർസു സാലിസ് മിഫ്താഹുൽ ജന്ന. അസാനിന് സമയമായി, നമുക്ക് കളി നിർത്താം, മസ്ജിദിൽ പോയി നിസ്കരിക്കാം. അബ്ദുള്ള പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് നിസ്കരിച്ചാൽ പോരെ? ഷമീർ ചോദിച്ചു. ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കണം, അത് ഏറെ പ്രതിഫലമുള്ളതാണ്. അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അബ്ദുള്ള പറഞ്ഞു. അവർ ഒന്നിച്ച് മസ്ജിദിലേക്ക് നടന്നു. മസ്ജിദിലേക്കുള്ള ഓരോ കാൽവെപ്പിനും പ്രത്യേകം പ്രതിഫലമുണ്ട്, അബൂബക്കർ ഓർമ്മിപ്പിച്ചു. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലായില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് വായിക്കാം. മിഫ്താഹുൽ ജന്നത്തി സ്വലാഹ്. സ്വർഗത്തിന്റെ താക്കോൽ നിസ്കാരമാണ്. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നംല ഉൽ ഫറാൾ, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. നല്ല കുട്ടികൾ ആദ്യ സമയത്ത് നിസ്കരിക്കും. ബാക്കിയുള്ള 2 വരികളിൽ നാം എന്തൊക്കെ എഴുതാം? മസ്ജിദിൽ പോയി നിസ്കരിക്കും, 5 വക്ത് കൃത്യസമയത്ത് നിസ്കരിക്കും. അടുത്ത പ്രവർത്തനം നുജീബ് 6. ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കണം. കാരണം എന്ത്? ഉത്തരം: ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കുന്നതിന് ഏറെ പ്രതിഫലമുള്ളതിനാൽ. 7. അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്ന കാര്യം ഏത്? ഉത്തരം: നിസ്കാരം. അടുത്തത്, ഓരോ കാൽവെപ്പിനും പ്രതിഫലം ലഭിക്കും. ആർക്ക്? ഉത്തരം: നിസ്കരിക്കാൻ മസ്ജിദിലേക്ക് പോകുന്നവർക്ക്. അടുത്ത പ്രവർത്തനം നക്തുബുൽ മഅന 1. അസ്സലാത്തു മിഫ്താഹുൽ ജന്ന. ഇതിന്റെ അർത്ഥം എന്ത്? നിസ്കാരം സ്വർഗത്തിന്റെ താക്കോലാണ്. അടുത്ത പ്രവർത്തനം നക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ തെറ്റില്ലാതെ ഓരോ ബോക്സിൽ എടുത്ത് എഴുതണം. മിഫ്താഹുൽ ജന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദ്, അസാൻ, അബ്ദുള്ള, അബൂബക്കർ. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.